ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ചെടികളെക്കുറിച്ചുള്ള തന്നെയാണ്. നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നടുന്ന ചെടികൾ അത് പെട്ടെന്ന് പൂക്കാനും അതുമാത്രമല്ല നടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. വീട് മുറ്റവും നിറയെ ചെടികൾ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾ നമ്മൾ വാങ്ങിച്ച് നടുമ്പോൾ തന്നെ അത് ഒരു കുറച്ച് ദിവസം മാത്രമേ പൂക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് നാടൻ റോസുകൾ കൂടുതൽ നട്ട് പൊടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഇതുപോലെ നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നിറയെ ഭംഗിക്ക് ചെടികൾ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നല്ല വില കൊടുത്ത് നമ്മൾ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വരാറുണ്ട്. പക്ഷേ അതൊക്കെ നട്ട് എടുക്കുമ്പോൾ ഒട്ടും തന്നെ പൂക്കാറില്ല. ആ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് നമുക്ക് പൂവ് കിട്ടുന്നത്. അപ്പോൾ ഒട്ടും നമുക്ക് വെയിലോ അധികം വെള്ളമോ ഒന്നും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കുന്ന ഒരു 3 ചെടികൾ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടുന്ന രീതിയും നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗവും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളാണെങ്കിൽ നമുക്ക് അധികം വെയിലും വേണ്ട, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നിറയെ നമുക്ക് പൂത്ത് കിട്ടും. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികളെ പേരൊന്നും കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കധികം ചെടികളെക്കുറിച്ച് പേരൊന്നും അറിയില്ല. ഞാൻ ചെടികൾ വാങ്ങിച്ച് നടന്നേ ഉള്ളൂ. പിന്നെ റോസയൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് റോസകളാ പേര് കേട്ടാലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ഇതൊന്നും എനിക്കധികം അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ വീട്ടിലുള്ള മണ്ണ് അധികം നല്ല മണ്ണല്ല കേട്ടോ ചെടികൾ നടാൻ വേണ്ടി. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മണ്ണ് വാങ്ങിച്ചാണ് നടുന്നത്. കാരണം നമ്മളെ വീട്ടിലുള്ള മണ്ണെന്ന് പറയുന്നത് നിറയെ കല്ലും ചരളും ഒക്കെ കൊണ്ട് നിറഞ്ഞ മണ്ണാണ്. അധികം പൊടിച്ച് കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മണ്ണ് അത്ര നല്ല മണ്ണല്ല. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് തന്നെ ഞാൻ മണ്ണ് വാങ്ങിച്ചിട്ട് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്താണ് നട്ട് പൊടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. കാരണം നമുക്ക് അധികം അതിനെ നോക്കി നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് താനേ പൊടിച്ചോളൂ. കാരണം അധികം വളപ്രയോഗം വേണ്ട, അധികം വെള്ളം വേണ്ട, വെയിൽ വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് അധികം വേണ്ട. അപ്പം ഞാനിവിടെ മണ്ണ് ഒരു ചാക്കിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത ഒരു മണ്ണാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചാക്കിൽ ഇതുപോലെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 120 രൂപയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ചെടികൾ നടാൻ വേണ്ടി ഈ ഒരു മണ്ണാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെ വീട്ടിലുള്ള മണലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ നടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നടുന്നത് ചെടിച്ചട്ടി ഞാൻ വാങ്ങിക്കാറില്ല. കാരണം ചെടിച്ചട്ടിക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ചെടിച്ചട്ടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു 40 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. മറ്റേ നമ്മൾ സാധാരണ മണ്ണിലുള്ള ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ 150 രൂപ അങ്ങനെയൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയിലാണ് ചെടികൾ നടുന്നത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു മണ്ണ് മിക്സും എടുത്തിട്ടുണ്ട്, കുറച്ച് മണൽ മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചാണകപ്പൊടിയാണ്. ഞാൻ ഇപ്പം നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ചേർത്താണ് ഇത് വളപ്രയോഗം ചെയ്യുന്നത്. കടയിലുള്ള വളങ്ങളൊന്നും കൂടുതൽ വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. കാരണം അതൊക്കെ നല്ല പൈസയും കൊടുക്കണം, നമുക്കതൊക്കെ നഷ്ടമാണ്. ചെടി പൊടിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് വലിയ നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മണൽ, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണ് നല്ല മണ്ണാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമുക്ക് മണ്ണാണെങ്കിൽ അത്ര പോരാ കേട്ടോ, പൊടിച്ചൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല ലൂസായിട്ടുള്ള ചകിരി ചോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണ് അധികം കട്ട പിടിച്ച് കിട്ടില്ല. ഇതുപോലെ നല്ല ഇളകിയ മണ്ണായിരിക്കും. അതങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചെടികളൊക്കെ നല്ലതുപോലെ പൊടിച്ച് കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ മണ്ണ് മുക്കാ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ബോട്ടിലുള്ള ചെടിയാണ്. അതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇളകി വരും കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് നിറയെ കട്ട ചെളിയായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയ ശേഷമാണ് നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ചെളിയൊക്കെ ഇരുന്ന് അത് ചെടി പൊടിക്കാതെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കമുള്ള മണ്ണിടുമ്പോൾ ഈ ഒരു ചെളിയും ആ ഒരു ഇത് വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റിയ ശേഷമാണ് ഞാൻ ഈ ഒരു ചെടി നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ മണ്ണോടെ നമ്മൾ ചെടി നടാനേ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചെളിക്കെട്ടുള്ള മണ്ണായിരിക്കും. അവർ പെട്ടെന്ന് വച്ച് പൊടിപ്പിച്ചിങ്ങ് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞ ശേഷമാണ് നമുക്ക് ആ ഒരു മണ്ണ് മിക്സ് ചെയ്ത് നട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ 4 ചുറ്റുള്ള മണ്ണൊക്കെ കുറേ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സാധാരണ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അധികം മഴ കൊള്ളാനൊന്നും വയ്ക്കാൻ പാടില്ല. മഴയൊക്കെ കൂടുതൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ചെടിയൊക്കെ അഴുകിപ്പോവും. അപ്പോൾ
അധികം മഴയും വെയിലൊന്നും ഇല്ലാത്ത ഭാഗത്തോട്ട് വേണം നമ്മൾ ഈ ഒരു ചെടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെടികൾ ഏറ്റവും കൂടുതൽ നട്ടു കൊടുക്കുന്നത്. റോസ ആയാലും അതുപോലെ ഇതുപോലത്തെ ചെടികളായാലും ഇങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് നാടൻ റോസകൾ എളുപ്പത്തിൽ പൊടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ കവറിലൊക്കെ വെച്ച് നടുന്നതിനേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്ക് നാടൻ റോസകൾ പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വിത്തൊക്കെ ഇട്ട് പൊടിപ്പിക്കുന്ന ഇതുപോലത്തെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിറയെ ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കുതിർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ചെടികൾ നട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടെ ചകിരിച്ചോറൊക്കെ വെച്ചാണ് നട്ടിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി റോസയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും പൊടിയായിട്ടാണ് റോസകൾ കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ കമ്പുകളായിട്ടല്ല നടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കമ്പുകൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ഇതിലേക്ക് ഊന്നി കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു ഈർപ്പത്തിലിരുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഊന്നി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേരുകൾ വരും. നമുക്ക് ആ ഒരു ചകിരിച്ചോറിൻ്റെ ചാണകത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ വേരുകൾ പിടിപ്പിച്ച് കിട്ടും. അതിന് ശേഷം നമുക്കിതിനെ ആ ഒരു ചകിരിച്ചോറോടെ ഇളക്കി തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലോ കവറുകളിലോ നട്ട് പൊടിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഇത് നിറയെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളായിട്ടാണ് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസേനേക്കാളും ഏറ്റവും കൂടുതൽ റോസ് പൂക്കുന്നത് നമുക്ക് നാടൻ റോസകൾ തന്നെയാണ്. പനിനീർ റോസ, അതുപോലെ തന്നെ പട്ട് റോസ, ചെറിയ പൂക്കളുള്ള റോസയൊക്കെ ഉണ്ട്, വെള്ള റോസയുണ്ട്. എല്ലാ തരം കമ്പുകളും ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കമ്പെല്ലാം ഇതുപോലെ ഊന്നി കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമ്മൾ എന്നും ദിവസേന വെള്ളം ഒഴിച്ച് നല്ല വെയിലൊക്കെ ഉള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കുറേയൊക്കെ കമ്പുകൾ ഇല്ലാതായിപ്പം കുറേയൊക്കെ പൊടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.